എൻ്റെ അത്രയെല്ലാം ഉറുമ്പാന്നേ. എല്ലാം 12-ല്ലേ? അപ്പോഴത്തേക്ക് ഉണങ്ങിയിട്ടാവോ? അടുത്ത ചൊവ്വാഴ്ച അല്ല, ചൊവ്വാഴ്ച എന്നിട്ട് മുള്ളു കളയാണ്ടെടുക്കുക അല്ലേ? അറിഞ്ഞൂടല്ല. കൈക്ക് മുള്ളേർക്കില്ല. ഇത് താൻ്റെ കാലിട്ട് തട്ടിയിട്ട് മുറിഞ്ഞു. നെടുവളത്തുനിന്നല്ല, പിന്നെ ഇത് എല്ലാം പൈസ കൊടുത്തിട്ടല്ലേ, 100 റുപ്യ അങ്ങനെ കൊടുത്തിട്ടില്ലേ പാട്ടത്തിന്. ഇത് അതന്നെ. ഇതെല്ലാം കാണിട്ട് കുറച്ചാള് തോന്നുന്നു. ആന്ന് 10 വരെ എത്തണ്ടേ? 10 വരെ എത്തുന്നത് വലിയ കെട്ടണ്ടേ?
അതല്ലേ ഓടുമ്പോ തന്നെ മുട്ടം കേൾന്ന് കഴിക്കും. അത് കാണിച്ച ഇത് 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 കൊൾക്ക. ഇത് ആ ഇത് മുളേൻ്റെ അല്ലേ? മുളയെന്ന് ആ ഇനി അത് കൊൾക്ക. അതിന്റെ നടുക്കത്തെ മുള്ള കളയുന്നു അല്ലേ? അടുക്കേത്തല്ല, സൈഡിന്റെ നടുക്കേത്ത മുള്ള് പച്ചയിൽ തന്നെ കളഞ്ഞു. ആ ഹാ ഹാ അടുക്കേത്ത കളഞ്ഞിട്ട് ഉണക്കുന്നത്. നടുക്കിന്റെ ഒരു ചൂട് മുള്ള് പോലെ തന്നെ. ആ ആ ഇത് രണ്ട് സൈഡിലും മുള്ളാണ്. നടുക്കേത്ത മുള്ളങ്ങ് പോയി, പച്ചയിൽ തന്നെ കളഞ്ഞു. ഇതിങ്ങനെ പിടിച്ചിട്ടാണ് ഇത് കുത്തി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ കടഞ്ഞിട്ട് വലിയ കാര്യമില്ല. ഇത് മതിയാ, കണ്ട മതിയാ? ഇല്ല ഇല്ല ഒന്നും ഒരു കണ്ടുണ്ട് രണ്ട് സൈഡിലും മുള്ളു അല്ലേ? ഈ രണ്ട് സൈഡിലും മുള്ളു. നടുക്കേത്തെ പച്ചയിൽ തന്നെ പോയി. ആ അങ്ങനെ കുത്തിയിട്ട് കളയാം. പാട് പണിയുണ്ട്. പണി ഭയങ്കരായി. നടുക്കേത്ത മുള്ളു കളഞ്ഞ് കൊത്തി മുക്കി മുള്ളെല്ലാം കളഞ്ഞ് കൊണ്ടുവരാൻ വലിയ പണിയുണ്ട്. ഇതിനേക്ക് നടുവും പൊട്ടും. കുഞ്ഞി മണങ്ങി ഒതുങ്ങിയിരിക്കണ്ട. ഇപ്പോഴാൾക്ക് നടുവില്ല, മുട്ടുമില്ല. ചെറുത് വേറെ ചുറ്റി, വലുത് വേറെ ചുറ്റി. എന്നിട്ട് ഇത് നാലായിട്ട് കീറിയിട്ടാണ് പായ്മടി. ഇത് ഞാൻ ഒരുപാട് റിസ്ക് എടുക്കണം. ചെറിയ പണിയൊന്നും പോലെ 4 ദിവസം ഈ ഓളെ തന്നെ ഫുള്ളായിട്ട് ഉണക്കിയെടുക്കും. കൊണ്ടുപോയിട്ട് രാവിലെ ചിക്കണം. മഞ്ഞ് കൊള്ളാണ്ട് വൈകുന്നേരം വാരി കെട്ടി വെക്കണം. എന്നിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് രാത്രിക്ക് മഞ്ഞിനെ പുതിർക്കണം. എന്നിട്ട് രാവിലെ വാരി കെട്ടി വെക്കണം. എന്നിട്ട് അതിന് മുള്ളു കളഞ്ഞ് ഇതേപോലെ വളച്ച് വെച്ചിട്ട് വേണം വായി മടിയാ. വളച്ച് വെക്കപാടൊന്നും മടഞ്ഞൂടാ. പിറ്റേന്നേക്ക് വെച്ചാൽ നല്ല സുഖമായിട്ട് മടിയാ. അന്ന് വൈകുന്നേരം ആകുമ്പോൾ കീറിയാലും നമ്മളെ കത്തിക്കുന്ന പോലെ വഴിയായി പോകും. പാകം കിട്ടൂല, വായി മടിയാ. അങ്ങനെയെല്ലാം ഉണ്ട്. ഇങ്ങനെ സൂത്രം ഇത്രയെല്ലാം ഒപ്പിക്കണം. നാളും വൃത്തിയാകുന്നതാകുമ്പോ കൊട്ടാനും വരികയാണ്. കറച്ചെന്നാണ്ട് കൊണ്ടൊന്നും ആവശ്യം ഇല്ലല്ലോ. അതന്നെ ഇപ്പൊ ആരാ വായി കിടക്കുന്നത്? ആരാ വായി കിടക്കുന്നു? നെൽത്ത് കിടന്നാലും ആൾ പൈസ കൊടുക്കാൻ മറ്റൊരു വാങ്ങുന്നില്ല. നമുക്ക് വെറുതെ കൊടുക്കാന്ന് ചോദിക്കാം. ഇതിന്റെ കഷ്ടപ്പാട് വിചാരിക്കും എത്ര പണിയുണ്ട്. ഇന്നിപ്പോ ഒരു ദിവസം പണിക്ക് പോയ വൈകുന്നേരം ആവോളം പണിയെടുത്തിന് 600-700 കൂലി. 12 മണി വരെ 1 മണി വരെ പണിയെടുത്തെങ്കിൽ 450 പോകുന്നു. എന്നിട്ട് ഇതിന് മെനക്കാടാൻ ആള് ആരും മെനക്കാടുന്ന പോയി. അതിലും വലിയ പാടെന്നാണ് ഇരിക്കൽ. ഇത് പൊനിഞ്ഞ് മുമ്പോട്ട് കടന്നിട്ട് വേണ്ട ഇത് ചവിട്ടിപ്പിടിച്ചിട്ട് ആക്കാൻ. പുറവും നടുവൊന്നില്ല. ആൾക്ക് തീരെ മുട്ടില്ല. അങ്ങനെയല്ല നമ്മള് കഷ്ടപ്പാടി.
ഞാൻ പറയാ ഞാൻ ഈ മരക്കുവെന്ന് വന്നില്ലേ പണിയെടുത്ത് പൈസ അത്ര ഉണ്ടാക്കാൻ കഴിയും നമുക്ക് അത് എന്നിട്ട് നടന്നെനിക്ക് പോകാൻ കഴിയും ആരും സഹായം ഇല്ലാണ്ട് അതുവരെ മരക്കുവും എനിക്ക് നടക്കാൻ കഴിയുന്നിടത്തോളം അമ്മക്ക് വായു കൊടുക്കും നടന്നു പോയി ഇത് കൊണ്ടുവരാൻ കഴിയുന്നിടത്തോളം അമ്മക്ക് കൊടുക്കും കയ്യിലേക്ക് കൊടുക്കണ്ട ഞാൻ നടന്നിട്ട് മൂന്നും പേരും ഇഞ്ചി പക്ഷെ നടന്നിട്ട് വണ്ടി കയറി വരുന്നു എനിക്ക് നടന്നിട്ട് വരുന്നേ പോയി നടന്ന് കുടിച്ച് ഇങ്ങോട്ടും വന്ന് എന്നിട്ട് അവര് രണ്ടു മുട്ടാണ്ട് വന്നിട്ട് അയാൾ വരുന്നു പോയി ഇപ്പൊ ശരിക്കും പറഞ്ഞാലില്ലേ ഈ നാട്ടിൽ പൊടിച്ച് വളർന്നവർക്ക് ഇതിനെപ്പറ്റി ഭയങ്കര താല്പര്യം അവിടെ പോയി ഓല കൊണ്ടുവന്ന് വായി കൊടുത്ത് അമ്മ കൊണ്ട് കൊടുക്കണ്ടേ ആരാന്ന് അതിനാരാ ഉള്ളത് ഈ നാട്ടിൽ പൊടിച്ച് വളർന്നാൾ ഈ എന്റെ അമ്മനെ അണ്ടമ്മനും പോലെ വന്ന ആളല്ല ഇത് ആദ്യേ ഇത് വന്ന ആൾക്ക് ഇടി ഉള്ള പൊടിച്ച് വളർന്ന ആൾക്കല്ല അതിനൊരു താല്പര്യം ജോലി അമ്മന് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല മുടങ്ങാണ്ട് കൊണ്ടുപോകുന്നു ഞാൻ കൊണ്ടുവന്നാലും അവർക്ക് കൊണ്ടുപോകും ചില സമയത്ത് ലോണി പറയും ഞാൻ വരുന്ന ലോണി വരുവാണ് ഇത് കൊണ്ടുവന്നിട്ട് ഞങ്ങള് മുടങ്ങാണ്ട് ഇതുവരെ കൊടുത്തു എന്നും കൊടുക്കാൻ കഴിയുന്നിടത്തോളം കൊടുക്കാന്നുള്ള അഭിപ്രായമാണ് ഓലെ പോകാൻ കഴിയില്ല പായി തീർക്കാൻ കഴിയില്ല കൊണ്ട് വേണ്ട അതുവരെ കൊടുക്കാം ഒന്ന് 3 കഷ്ണം 4 3 4 അല്ലേ മൂത്തമ്മ ഇത് അമ്മേൻ്റെ അടുത്ത് നിന്ന് മേടിച്ച അമ്മേൻ്റെ അടുത്ത് നിന്ന് മേടിച്ച പയർത്തുനിന്ന് മൂത്തമ്മേൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് മേടിച്ച ആ അന്നേരം മന്ദിരപ്പായിന്നില്ലല്ലോ അല്ലേ അന്നേരം മന്ദിരപ്പായി കാഞ്ചിയിലിട്ട് കൊണ്ടുപോകുന്നതാണ് ഓരോ സൈഡിലും കഷ്ടകാലം അങ്ങനെയെല്ലാം ആയതുകൊണ്ടാണ് ഈ പായ്ക്ക് വരിയില്ലാണ്ടായി അതെ അതെ ഇത് അതന്നെ ഇത് പണി ആർക്കും അറിയില്ല അല്ലേ ഉണ്ടെന്ന് അറിയില്ല അതന്നെ മഴക്കാലത്ത് സംഭവം നടക്കുകയില്ല അല്ലേ നടക്കൂല വെയിലുള്ള സമയത്തേ നടക്കൂ ഒരു വായി തീർക്കണം ഒരു വായി കളഞ്ഞിട്ട് മഞ്ഞൾ രാത്രി മഞ്ഞിലിട്ട് പൊളുത്തി വെള്ളം തട്ടാണ് മഞ്ഞിലിട്ട് പൊളുത്തി ഇതേപോലെ ശരിയാക്കുക ഇത് വേണം എത്ര നമുക്ക് പനിയായി പിടിക്കാന്നറിയാം എന്നാരല്ല അതിൽ 100 റുപ്യക്ക് എത്രക്കാ വായി കൊടുക്കുക 2.25 റുപ്യ 3 റുപ്യ അങ്ങനെ 5 പിന്നെ എന്ത് നടുവേദന കാര്യം എല്ലാം ഒന്ന്
കിടക്കയിലൊന്നും കടന്നില്ല. ആ ഇന്നും ഈ പായി കിടക്കുന്ന ആളുടെ സ്ഥിരം ആണോട് 4 പായി വാങ്ങുന്ന ആളും ആ അത് കൊല്ലത്തിൽ വെച്ചാണ് ഓർക്ക് പോയാൽ ആവശ്യക്കാരിൽ വന്ന് പറഞ്ഞാൽ ആ പിന്നെ 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 അഞ്ഞൂറ് അല്ല ഈ പായി കിടന്നാൽ രക്തയോട്ടം വർദ്ധിക്കൂ അങ്ങനെ അല്ലേ ഒന്നും വിൽക്കണ്ട ഈ പായി. ആ പായിന് അങ്ങനെ തന്നെ കിടക്കുവാണ്ട് ശരിക്കും അന്നേരം രക്തയോട്ടവും ഇതെല്ലാം ഒന്നും ആ കിടന്നാൽ ചൂടാണ്. ഇനി ഇപ്പൊ എന്തുകൊണ്ടാണ് കിടക്കാതെ ഈ കഴിഞ്ഞിട്ട് ഇപ്പൊ ആർക്കും ഇനി വിലയില്ല തന്നെ. ചാണകം തേച്ച സ്ഥലത്ത് പാലിട്ട് കിടന്നാൽ രാവിലെ നല്ല സുഖമായി കാലും കഴിക്കാണ്ട് ഉടമ്പ് കിട്ടിയ മാറ്റി. ഇപ്പൊ ഈ കട്ടമ്പലും കിടക്കുമ്പോഴും ഈ കഴിഞ്ഞിട്ട സ്ഥലത്തെല്ലാം അഥവാ പാലിട്ട് കിടക്കുന്ന ആളുണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ കഴിയുന്നില്ല. അതിന്റെ തണുപ്പുകൊണ്ട് അതാണ് ഇപ്പൊ അധികം ആള് വാങ്ങാതോ നെറ്റ് കിടക്കാത്തത്. നെറ്റ് വായും വിരിച്ച് കിടന്നതിനുള്ള സുഖം വേറെ എവിടെ കിടന്നാലും കിട്ടൂല. പക്ഷെ ഇതായിരിക്കും അറിയില്ല ഇപ്പൊ. ആർക്കും ഇനി അങ്ങോട്ട് അറിയേയില്ല. ഇനി പായേയില്ല ഇല്ല. ഇപ്പൊ നമ്മൾ ഞാനും കാര്യമായിട്ട് ഞാനാണേ നാട്ടിൻ്റെ ആൾക്കല്ലേ അല്ലെങ്കിൽ അമ്മ ചെയ്യണ്ട്. പായി കൊടുത്ത് ശീലമുള്ളതുകൊണ്ട് ഈ നാട്ടിൽ കുറ്റ പറഞ്ഞാക്കല്ലേ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വട്ടി അമ്മക്ക് വായി ഞാൻ പോകാണ്ടായാൽ പിന്നെ അമ്മക്ക് വായിട്ടുണ്ട് ഉറപ്പാണ്. ജോണിയിൽ പിന്നെ ഞാൻ പോകുന്നതുകൊണ്ട് വരും. ജോണിക്ക് പോകാനൊക്കെല്ലാം കൊടുക്കണമെന്ന് തന്നെ ഉണ്ട്. പക്ഷെ അവർക്ക് കഴിയാതെ മുടക്കും നമുക്ക് ചെയ്യുമ്പോൾ ഞാൻ പോകുന്ന കൊണ്ടും കൊടുക്കും. മെനക്കേട് ഇത്. ആവൂല ആവൂല. എന്താ പായ് കാണുമ്പോ ഇതിന്റെ റിസ്ക് ഒരിക്കലും തിരിയില്ല അല്ലേ? മഴക്കാലത്ത് എന്താ നടക്കൂല മുത്തമ്മ? നടക്കൂല. ഓലെയാണോ ഉണങ്ങണ്ടല്ല. പിന്നെ അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ട് നടക്കൂല. പണ്ട് ഓലയെല്ലാം കൊണ്ടുവന്ന് അടുപ്പിന് കൊണ്ടുപോയിട്ട് പന്തലില്ല. പന്തലിന്റെ മേലെ ഇത് ചിക്കിയിട്ട് ഇത് കത്തിപ്പോന്നായിട്ട് വാളയെടുത്ത് വീശി കാറ്റാക്കിയിട്ട് മറ്റേ കവുങ്ങിന്റെ വാള ഇത് കവുങ്ങിന്റെ വാളയിട്ട് ഈ ചൂടേ തട്ടാവും തീ തട്ടാവും. തീ തട്ടിയാ കത്തിപ്പോവും. അങ്ങനെ ഉണക്കിയിട്ടെല്ലാം പണ്ടെല്ലാം എത്രയോ മടങ്ങിന്. പണ്ട് നമ്മളെ കൂട്ടരെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കുകയില്ല. ഈ പായിലെ പണി അതന്നെ. അല്ല പണ്ട് മുത്തമ്മ ഈ പിന്നെ ഇത് കൊത്തണ്ടിക്കലും പൈസ കൊടുക്കണ്ടേ? പൈസയും വായു അവര് പറഞ്ഞ വായു പുഴക്കിറക്കുന്നല്ലോ. തോട്ടിന്റെ ഇറക്കുന്ന ഒരാൾക്കൊരു പണ്ടേ ഉള്ളൂന്നില്ല. ഒരു കണ്ടത്തിലെ ഓലക്ക് ഇത്ര പായ് തരണം ഇത്ര പൈസ തരണം എന്നെല്ലാം പറഞ്ഞിട്ട് അവര് അങ്ങനെ കൊടുത്തിട്ടാണ് പണ്ട് ഓല മുട്ടും. കണക്കിന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്നാ വെച്ചാൽ ഇതെല്ലാം എന്താ പറയണ്ടേ? അല്ല അങ്ങനല്ല. പിന്നെ ഈ സാധനം അവർക്ക്
ഒരു ഉപകാരമില്ലല്ലോ. ഒരു ഉപകാരമില്ല. അവര് വയലിന്റെ ഇറക്കായോണ്ട്. എന്ത് അവരെ വയലിന്റെ ഇറക്കായോണ്ട് അവര് വാങ്ങുന്നു. തൊഴിലുറപ്പിന്റെ പണിക്ക് ഒരാടി ഇരിക്കുമ്പോ നമ്മൾ ഒരുമിച്ചില്ല വെള്ളം പറഞ്ഞു. കത്തിയുള്ളവരോട് കത്തി വേണ്ടിട്ട് വൈകുന്നേരത്തല്ലേ കത്തി ഉണ്ടാവും. നാളെടുത്ത് കത്തി ഉണ്ടാവില്ല. ഇല്ല. അതുകൊണ്ട് കത്തി വേണ്ടിട്ട് താല്പര്യം കുടിക്കാനായില്ലേ നമ്മള് ഓല മുക്കണം. അവർക്ക് കുറച്ച് സമയം ഇരിക്കല്ലോ 2 മണിക്കൂറോളം ചോറും തുണി ഓല എറിഞ്ഞാൽ ഇത് മുകളെ നോക്കുമ്പോ അതാ കണ്ടത്തിന്റെ ഉടമ വരുന്നു. ഇപ്പൊ തോട്ടിന്റെ ചെറേഞ്ചേലും ഉടമ വന്നിട്ട് നിങ്ങളോട് ആരാ ഓല മുറിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ നട്ടുപിടിപ്പിച്ചാണ് ഞാനങ്ങളില്ലേ ഞാൻ ഓർജ തുള്ളുമ്പോ അതിന് അല്ല മൂത്തമ്മ, ഞാൻ ഒരു കാര്യം പറട്ടെ, അതിന് ഇത് മൊത്തം കൊത്തുന്നില്ലല്ലോ, നമ്മള് ഓലല്ലേ എരിയുന്നുള്ളൂ. പക്ഷെ നമ്മള് കൊത്തിയിട്ട് ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് തോട്ടിലിറക്കി വെറുതെ ഉണ്ടാവുന്നില്ല. നമ്മള് കൊത്തിയിട്ട് എടുത്തിനാണ്. കൊത്തിയെടുത്താടിയിട്ട് ഞാനും തങ്കയും കാർത്തേനേച്ചു ഉള്ള സമയത്ത് ഓർമ്മ വെച്ചിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞില്ല. കൊല്ലം മുള്ളുകളിലും കൊത്തിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ അയാൾ വന്നിട്ട് കലമ്പി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് കാലത്തെ മുണ്ട നട്ടോ? മുണ്ട നട്ടോന്ന് പറഞ്ഞ് ഇത് നമ്മക്കായിട്ട് ദൈവം ഉണ്ടാക്കി വെച്ച ഒരു സാധനമാണ്. പിന്നെയല്ലാണ്ട് ഇത് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമോ? അതന്നെ നമ്മൾ തോടിടിഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങള് തോടിടിഞ്ഞു എന്നായിട്ടില്ല. ഇത് നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കിയ സാധനമാണ്. ഇതിന് പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ നാവ് കുഴിച്ചു പോയി കേട്ടാ. ഇനി നിങ്ങൾ നമ്മളെ എന്തെങ്കിലും തെറ്റോ തെറിയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നാവ് മോശമാവും. നമ്മളോട് കളിച്ചാൽ കളി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. പിന്നെ അയാൾ മുണ്ടാട്ട് പോയി. ഞാൻ തള്ള ഇപ്പൊ ഉണ്ട് കലമ്പുന്ന പോലെ പത്തിയുടെ മൂല ഇങ്ങനെ ഇതാക്കും അല്ലേ? എനിപ്പിന്നെ അങ്ങോട്ടെങ്കിൽ ഇതാക്കും അല്ലേ? എല്ലാം പായ്ക്ക് 4 മൂല ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ഇത് ഇതാക്കും. പണിയാ. ഇനി ആരും മെനക്കെടുന്നില്ല. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഈ പായി ഉണ്ടാവൂല മൂത്തമ്മ, ഗ്യാരണ്ടിയാ. അതന്നെ മെനക്കെടത്രയാ. രാവിലെ ഉണക്കലും വൈകുന്നേരം വായിക്കട്ടെ. എന്നിട്ട് പോണ 5-ാമത്തെ ദിവസം വൈകുന്നേരം പോയിട്ട് രാവിലെ മുള്ളു കളഞ്ഞ് ഇതേപോലെ ശരിയാക്കി വെച്ച് എന്നിട്ട് 6-ാമത്തെ ദിവസം ഞാൻ വായി കിട്ടും. ദിവസം എത്ര പോയി? അതന്നെ ആ കൂലിയും ഇതെല്ലാം ഇവര് കണക്കൂട്ടുന്നുണ്ട്. ഈ പണിയെല്ലാം പൈസ പറയുമ്പല്ലേ ഇവർക്ക് പേടിയാകുന്നു. അതന്നെ ഇപ്പൊ അങ്ങനെ കുറച്ച് നാളാണെന്നെല്ലാം വായി വിളിച്ച് വെച്ചിട്ട് 800 രൂപ 900 രൂപ വാങ്ങുന്നു. നമ്മള് 700 രൂപ വരെ വാങ്ങി. പിന്നെ നമ്മള് വായി തീർത്തിക്കല്ല. ഡോൾക്കോട്ടം കട്ടിലിനുള്ള വായിലും കൊടുത്താല് 700 രൂപ വരെ നമ്മള് വാങ്ങി. നമ്മള് വായി നടയില്ല. കഴിഞ്ഞ 2-ാം കൊല്ലം മേലത്തെ കുട്ടൻ 2 വായിക്ക് വന്ന് മലപ്പുറക്കാരോ വന്നിട്ട് മേടിച്ചോണ്ട് 700 രൂപേന്റെ മേടിച്ചോണ്ട് അങ്ങനെ കാറാകുമ്പോ താല്പര്യം താല്പര്യം പെണ്ണുങ്ങൾ വായിക്ക് വന്നിട്ട് ഞാൻ 700 രൂപക്ക് 2 വായി വെച്ചു. കാറാറിന്റെ കൂടിയൊക്കെ ഉണ്ട്. ഇപ്പൊ 700 രൂപ കിട്ടുവോ? അതെയാ. പക്ഷെ വായിക്ക് ആളില്ലല്ലോ അല്ലേ? വായിക്ക് ആളില്ലല്ലോ. ആളില്ലല്ലോ. വായി നല്ല
കോട്ടയം മുതലുള്ള വായി വായിക്കാളുണ്ടാ അതന്നെ 50 റുപ്യ അങ്ങോട്ട് കിട്ടൂലേ ശരിക്കും പറഞ്ഞ ചെറിയ ഒരാൾക്ക് ഇറക്കേണ്ട വായിക്ക് 50 റുപ്യം വേണ്ട അങ്ങനെയെല്ലാം കിട്ടുന്നില്ല ഇപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടോ പിന്നെ പണ്ടല്ലോ നെല്ലുമൂരാനാകുമ്പോ ആൾക്കൊരു വായി കേൾക്കുന്നുണ്ടാവും പിന്നെ മുള വരയ്ക്കാനാണ് മുള ഉണക്കാണ് അപ്പൊ ആ സംഭവം ഇല്ലല്ല ഇപ്പൊ നെല്ലുണ്ടെങ്കിൽ ആള് ഷീറ്റ് വലിയ ഷീറ്റ് മേടിച്ച് ഷീറ്റിൽ അങ്ങിട്ട് ഉണക്കി ഷീറ്റിൽ തന്നെ തറലിലും കുട്ടികളും കണ്ടത്തിൽ ചളി കഴിഞ്ഞിട്ട് ഷീറ്റ് വിറ്റ് ആടെ തന്നെ നിറച്ച് വാരിക്കൊണ്ടെന്ന് ഇപ്പം പണ്ടത്തെ പോലെ കളവുണ്ടാവും മുരാനാകുമ്പോക്ക് 4 പുറത്തും കളം തച്ച തല്ലുന്ന ഒച്ച കൊണ്ട് ചെവിടും കണ്ണും ഉണ്ടാവില്ല ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ കഴിയില്ല കളം തച്ച അമർത്തിയിട്ട് ഇപ്പൊ ഉണ്ടാവുമല്ലോ ഇപ്പൊ കണ്ടത്തന്നെ ചളി തന്നെ ഷീറ്റ് കൊണ്ടേ പിച്ച് അന്ന് തച്ച് ആഴ്ചയില്ല ആള് കെട്ടിക്കൊണ്ട് പോയി എല്ലാതെ ആളെ കണ്ടെത്തന്നിട്ട് കളഞ്ഞ് ഇങ്ങനെയല്ലല്ലോ ഇപ്പൊ ഇപ്പം പണ്ടത്തെ പോലെ പശുക്കളും ഇല്ലല്ലോ ഒരു വീട്ടിലും പശുക്കളും ഇല്ലാണ്ട് പണ്ട് ചാണം തേച്ചിട്ട് ഇതെല്ലാം വീട് ഇപ്പൊ മൊത്തം അതന്നെ കൈലിടാകവും പിന്നെ കോൺഗ്രസ് ചെയ്യാതോ ആകാതെല്ലാം വീടുണ്ടെങ്കിൽ ആൾ ചാളം കേൾക്കുന്നുണ്ട് അങ്ങനത്തെ പൊടി മണ്ണും ഇതുമാണ് കോൺഗ്രസ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടാകോ പറഞ്ഞിട്ടും കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട് അതുവരെ പൊടി മണ്ണ് ജാലക്കൂട് പോലത്തെ കൂട് ഒരിക്കൽ വീണിട്ട് കട്ടുമെന്ന് ഉറപ്പത്ത് കട്ടെന്ന് വീണ് പോയിട്ട് പെണ്ണിന് അടിയിലും പൊട്ടുകയും മുറിയും ആവുകയും ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഭർത്താവ് മർദ്ദിച്ചിട്ടാ അടിച്ചിട്ടാണ് ഇങ്ങനത്തെ കുണ്ടും കുഴിയും കല്ലും മൊയ്യലുള്ളൊക്കെ വീണ പൊട്ടും പൊളിയും എന്നിട്ട് ആളെ തെളിവെല്ലാം വിളിച്ചിട്ട് അപ്പൊ ഇവള് വീണിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വീണിട്ട് ആളെ കൊണ്ടുപോലത്തെ സ്ഥലത്ത് വീണിട്ടാണ് അങ്ങനെ പാനോള് കോൺക്രീറ്റ് ഇട്ടിന് മൂത്തമ്മ ഇത് ആർക്കും പഠിപ്പിച്ചു കൊടുത്തിനാ ആരല്ലേ ദേവിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ദേവി പോയി അവ ഇതെല്ലാം മോശിച്ചു വന്നു ദേവി ഇപ്പോൾ 7ാം ക്ലാസ് പഠിക്കുമ്പോ ഒരല്ലോ വായുമാടി പോയിട്ട് വരച്ച് വാങ്ങിച്ചു വന്നു വേറെ ആയിരിക്കും അങ്ങനെ പഠിപ്പിച്ചു അമ്മു പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അമ്മൂന്ന് പഠിപ്പിച്ചിട്ട് അമ്മൂന്ന് ശരിയാവുന്നില്ല പഠിപ്പിച്ച് ഇങ്ങനെ സ്കൂളിലെല്ലാം പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ നമ്മള് 2000 ഒരു സ്കൂളിൽ പോയി ഞാനും തെച്ചു വെച്ചു കുട്ടികളെ പഠിപ്പിച്ചു രാവിലെ പോയി വലിയും കൊളുത്തിയും പായെല്ലാം കെട്ടി പോയി എന്നിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ഏതോ ഒരു തലയുള്ള കുട്ടി പഠിക്കാൻ പോയിട്ട് ഈ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ട് പച്ചു വാങ്ങിട്ട് വന്നു പറയുന്നത് തലയുള്ളവര് വേഗം പഠിക്കുവക്കാം തല വേണം തലയിൽ എന്തെങ്കിലും പോണം തലയിലൊട്ടും ഇല്ലാതെ എനിക്ക് എത്തുന്ന ഒരു കഴിയുണ്ട് ഇപ്പോഴത്തെ ആരും മെനക്കെടൂല അയ്യോ എന്തിനെ 10-20 ഉറുപ്പ്യന്റെ അപ്പാടെ മന്ത്രി പായ് വാങ്ങിച്ചിട്ട് പഠിക്കുവാല് ഉച്ചയാവണം 12 മണി 1 മണി ആകുമ്പോ പണിയും കയറി വരുന്നാലും 4 സൈക്കിൾ പോലിട്ടു ഇതോ ഇത് എത്ര ദിവസം മെനക്കെടണോ 500 വാങ്ങണം 600 വാങ്ങണമെങ്കിൽ എത്ര ദിവസം മെനക്കെടണോ അതന്നെ ഒരു ദിവസം വായി മടിയാൻ തന്നെ ഫുള്ളായിട്ട് പൈസ വണ്ടിപ്പണിക്കാൻ പോയിന് 900 ഉറുപ്പ്യോളം പൊന്നിക്ക് കൂലി കൊടുക്കുന്നു എന്ത് പണിക്ക് പോയാലും 1000 ഉറുപ്പ്യം കിട്ടുന്നു പണ്ട് നമ്മള് വീട്ടിൽ എത്തി കഴിഞ്ഞാൽ പായില്ല മറിഞ്ഞു കിട്ടും അല്ലേ അല്ലേ ഇപ്പൊ കട്ടുന്നാളുണ്ട് പായില്ല മറിഞ്ഞു കിട്ടും അല്ലേ
ഇതാണ് കൈതോലപ്പായ്. അപ്പോൾ ഓരോ വീട്ടിലും ഭക്ഷണം വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ആ പായെല്ലാം കതിർക്കോട്ട് കൊണ്ടുവരും. നമ്മൾ കൊണ്ടുവന്ന കൈതോലപ്പായത് അവരിരിക്കുന്നത്.